അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടൂ. അപ്പോൾ ഇന്നലെ അവസാനിക്കുമ്പോൾ മഹേന്ദ്രം സാറും ലക്ഷ്മിയും കൂടി സ്നേഹത്തോടെ കണ്ണുപൊത്തി ചന്ദ്രികയെയും മലയറിനെയും പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവിടെ നല്ല അടിപൊളിയൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. സ്കൂട്ടർ കണ്ട് സന്തോഷത്തോടെ മറന്ന് അങ്ങനെ നിന്നവർ കുറച്ച് കഴിഞ്ഞ് ചന്ദ്രിക ചോദിച്ചു, എന്തിനാ അമ്മേ, ഈ വീട്ടിലിപ്പോൾ എല്ലാ വാഹനങ്ങളും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഒരു സ്കൂട്ടർ കൂടി? ഇത് കേട്ട മഹേന്ദ്രൻ സാറ് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിയതല്ല ചന്ദ്രികയെ, നിനക്ക് വേണ്ടി വാങ്ങിയതാ. ചന്ദ്രിക അന്തം വിട്ടുപോയി. മലയറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്താ സാറി പറയുന്നേ, ഈ സ്കൂട്ടർ എനിക്കാ വാങ്ങിയിരുന്നോ? അപ്പം ലക്ഷ്മി, നീ മലരിനെ ഡെയിലി സൈക്കിളിൽ കൊണ്ടുപോയി സ്കൂളിൽ വിടുന്നു, കോളേജിലേക്ക് സൈക്കിളിൽ പോകുന്നു, ഓഫീസിലേക്കാണെങ്കിൽ അതും കഷ്ടപ്പെട്ട് സൈക്കിളിൽ തന്നെ പോകുന്നു, വെയിലത്തും മഴയത്തും സൈക്കിൾ ചവിട്ടി നീ കഷ്ടപ്പെടുന്നു. നീ ബുദ്ധിമുട്ടില്ലാതെ എല്ലായിടത്തും പോയിട്ട് വരാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ നിനക്ക് വേണ്ടി ഇത് വാങ്ങിയത്. ഞാൻ എവിടെയാ അമ്മേ വെയിൽ കൊണ്ട് കഷ്ടപ്പെടുന്നേ, ഞാൻ സൈക്കിളിലല്ലേ പോകുന്നേ? അപ്പോൾ മഹേന്ദ്ര സാറ്, നീയും മലരും കൂടി വെയിലത്ത് സൈക്കിളിൽ പോകുന്നതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഈ സ്കൂട്ടർ നിനക്ക് വെറുതെ തരുന്നൊന്നുമല്ല, നീ വരച്ചു കൊടുത്ത ഡിസൈൻസ് കാരണം ഞങ്ങളുടെ കമ്പനിക്ക് വലിയൊരു പ്രൊജക്റ്റാണ് കിട്ടിയത്. ആ പ്രോജക്റ്റ് കാരണം കമ്പനിക്ക് വലിയൊരു പ്രോഫിറ്റും കിട്ടി. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിയുടെ വകയായി ഈ സ്കൂട്ടർ നിനക്ക് ഗിഫ്റ്റായി തരുന്നത്. ഇത് നിനക്ക് മാത്രമല്ല, നമ്മുടെ കമ്പനിയിൽ നന്നായി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ സ്നേഹത്തോടെ ചന്ദ്രിക പറയാ, സാർ, നിങ്ങൾ എനിക്കും എൻ്റെ കുഞ്ഞിനും ഒരു ആശ്രയം തന്നു, നല്ല ജോലി തന്നു, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. അതൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ ഇതും കൂടി? അപ്പോൾ ലക്ഷ്മി, ഇത് കമ്പനിയുടെ റൂൾസാ ചന്ദ്രികയെ, നീ വേണ്ടെന്നൊന്നും പറയാൻ പാടില്ല. നീ ചെയ്ത ജോലിയെ പ്രോത്സാഹിപ്പിച്ച് കമ്പനി നിനക്ക് തരുന്ന സമ്മാനമാണിത്. വാങ്ങിക്കു മോളെ, സന്തോഷമായിട്ടിരിക്കേ. ഇതാ ചന്ദ്രിക സ്കൂട്ടറിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ സാറ് ഒരു ചാവി കൊടുക്കുന്നു. അപ്പോൾ ചന്ദ്രിക അമ്മയോട്, അമ്മേ, ആദ്യമായിട്ട് വണ്ടി എടുക്കുകയല്ലേ, അമ്മയുടെ കൈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് തരാവോ? അവരെല്ലാവരും കൂടി വണ്ടിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ലക്ഷ്മി അമ്മ സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. വണ്ടി സ്റ്റാർട്ടായി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നമ്മുടെ മലര്. ചന്ദ്രികേ, വാ വണ്ടി ഓടിക്കേ. എന്താ ചന്ദ്രിക നോക്കി നിൽക്കുന്നേ, വണ്ടി എടുത്ത് ഓടിക്കേ, മഹേന്ദ്ര സാറ് പറഞ്ഞു. മലരിനെയും കൊണ്ട് ഒരു റൗണ്ട് പോയിട്ട് വാ. അപ്പോൾ മലര്, അമ്മേ, വണ്ടിയിൽ ഞാനും കയറാം അമ്മേ. ശരി. അവൾ വണ്ടി ഒതുക്കി സൈഡാക്കി സ്റ്റാർട്ടാക്കി മലരിനെയും കൊണ്ട് കുറച്ച് ദൂരം പോയി. അവർ രണ്ടുപേരും ഓടിക്കുന്നത് നോക്കി നിറപുഞ്ചിരിയോടെ ആത്മസംതൃപ്തിയോടെ മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും നോക്കി നിന്നു. തിരിച്ചു വന്ന ചന്ദ്രികയോട് ലക്ഷ്മി, ചന്ദ്രിക, മലരിനെ മാത്രമേ സ്കൂട്ടർ കൊണ്ടുപോവുള്ളൂ, എന്നെ കൊണ്ടുപോവില്ല? അപ്പോൾ ചന്ദ്രിക, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ, വാ കയറ്. അവൾ വണ്ടി പിന്നെയും സൈഡിൽ ഒതുക്കി തിരിച്ചു കൊണ്ടുവന്ന് ലക്ഷ്മി അമ്മയെ കയറ്റി. ലക്ഷ്മി അമ്മ മലരിനെ മുന്നിലും കയറ്റി. അവർ സന്തോഷത്തോടെ പിന്നെയും പോവുകയാണ്. അപ്പോൾ കുസൃതിയോടെ മഹേന്ദ്രൻ സാറ് പറഞ്ഞു, സൂക്ഷിക്ക്, നല്ല വെയിറ്റാണ്. പോവാം അമ്മേ. പോവാം. അപ്പോൾ ഇതെല്ലാം കണ്ട് മേഘയും മുത്തശ്ശിയും പുറത്തേക്ക് വന്നു. രണ്ടാളുടെ മുഖത്തും ഭയങ്കര അന്താളിപ്പായിരുന്നു. വല്ലാത്ത അസൂയയോടെ മുത്തശ്ശി മനസ്സിൽ പറഞ്ഞു, എടീ മഹാഭാബി. എന്നിട്ടൊരു നെടുവീർപ്പോടെ മുത്തശ്ശി മേഘയോട് പറഞ്ഞു, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ആലോചിക്കുമ്പോഴേ എൻ്റെ തലയൊക്കെ കറങ്ങുക. മേഘയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് സങ്കടം അടക്കാനും കഴിയുന്നില്ല. മുത്തശ്ശി വീണ്ടും തുടർന്നു, നീ എത്ര മാത്രം ശ്രമിച്ചു നോക്കി, പക്ഷെ അവളെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ നിനക്കും കഴിഞ്ഞില്ല. ഞാനും എന്തൊക്കെ ചെയ്തു നോക്കി, എനിക്കും ഇതുങ്ങളെ രണ്ടിനെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റിയില്ല. ആ മഹേഷ് വന്ന് വിളിച്ചോണ്ട് പോകുമെന്ന് ഞാൻ കരുതി, അവനും പറ്റിയില്ല. അവസാനം നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുന്നു തോന്നുന്നു. അപ്പോൾ മേഘ, എന്തിനാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, മുത്തശ്ശിയുടെ വായിൽ നല്ലതൊന്നും വരില്ലേ? അപ്പം മുത്തശ്ശി കുറച്ച് ക്രൂരതയോടെ മനസ്സിൽ ചിന്തിക്കുക, നടക്കാൻ പോകുന്നത് പറയുമ്പോൾ ഇവളെന്തിനാ എന്നോട് രക്ഷപ്പെടുന്നത്? അസൂയ മൂത്ത് മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ മലയറിനെയും കൂട്ടി ചന്ദ്രിക വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പുതിയ സ്കൂട്ടറൊക്കെ ഉള്ള സ്ഥിതിക്ക് സ്കൂട്ടർ തന്നെയാണല്ലോ പോക്ക്. മലർ സ്കൂട്ടറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഹായ്, ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അമ്മ ഇനി മുതൽ ഡെയിലി മോളെ സ്കൂട്ടറില്ല സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നേ, വാ. അങ്ങനെ ഹെൽമെറ്റൊക്കെ ധരിച്ച് ചന്ദ്രിക വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പോയി. നിക്ക്, അമ്മ വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. ചന്ദ്രിക എത്ര ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. എന്തു പറ്റി അമ്മേ? എന്താണെന്ന് അറിയില്ലടാ, സ്കൂട്ടർ സ്റ്റാർട്ടാവുന്നില്ല. നിക്കേ എന്നും പറഞ്ഞ് അവൾ കിക്കർ അടിച്ച് നോക്കുകയാണ്.
ഈ പരാക്രമമൊക്കെ ദൂരെ നിന്ന് കാറിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന സിദ്ധു കണ്ടു. അവൻ അതും നോക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവൻ അങ്ങോട്ടേക്ക് പോകുന്നത് വീൽ ചെയറിലിരുന്ന് ജാനകി അമ്മ കാണുന്നുണ്ട്. ചന്ദ്രികെ, എന്താ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലേ? എന്താണെന്നറിയില്ല സർ. മാറ് എന്ന് പറഞ്ഞിട്ട് അവൻ സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ ഒരു ഇഷ്ടമല്ലാത്ത രീതിയിൽ അവിടെ നിന്ന് നോക്കുകയാണ് ജാനകി അമ്മ. അവൻ കിക്കറടിച്ച് വണ്ടി പതുക്കെ സ്റ്റാർട്ടാക്കി. ഇത് കണ്ട് മലർ, ഹായ് വണ്ടി സ്റ്റാർട്ടായി. പക്ഷെ ദൂരത്ത് നിന്ന് പിന്നെയും ഇഷ്ടക്കേടോടെ നോക്കുകയാണ് ജാനകി അമ്മ. ദാ പിടിക്കുമെന്ന് പറഞ്ഞ് വണ്ടി ചന്ദ്രയ്ക്ക് കൊടുത്തു. മലറിനെ പൊക്കിയെടുത്ത് പുറകിലിരുത്തി കൊടുക്കുകയും ചെയ്തു. ബായ് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. ബായ് മോളെ, ബായ് സിദ്ധു, ടാറ്റ പറഞ്ഞ് അവർ ദൂരേക്ക് പോയി. പക്ഷെ ജാനകി അമ്മ സിദ്ധുവിൻ്റെ കളിയും ചിരിയൊക്കെ അവിടുന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇഷ്ടക്കേടോടെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രികയോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇവനാണെങ്കിലോ അവളെ വിടുന്നുമില്ല. എത്ര വേഗത്തിൽ ഇവൻ്റെ കല്യാണം നടത്തുന്നോ അത്രയും ഞങ്ങൾക്ക് നല്ലതാ, അല്ലെങ്കിൽ ഇവൻ ആ ചന്ദ്രികൻ്റെ പുറകെ പോവും. അപ്പോൾ ആരതി പുറത്തേക്ക് വന്ന് ജാനകി അമ്മയോട് പറയാണ്, സിദ്ധു ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, നാളെ ആരതിയെ പെണ്ണ് കാണാൻ പയ്യൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഒപ്പം തന്നെ പയ്യൻ്റെ അനുജത്തി സന്ധ്യയും വരുന്നുണ്ട്. അപ്പോൾ അതിലെ അപകടം മനസ്സിലാക്കിയ സിദ്ധു ഒന്ന് പകച്ചു. പിന്നെയും ജാനകി അമ്മ തുടർന്നു, നാളെ നീ എവിടെയും പോകാൻ പാടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ആരതി വിളിച്ചു, ചേട്ടാ, ഈ കല്യാണം നടക്കണമെങ്കിൽ ഏട്ടൻ സന്ധ്യയെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയണം. അതൊരു പ്രധാന കാര്യമാണ്. നാളെ ചേട്ടൻ ഒരിടത്തും പോവരുത്. സിദ്ധുവിനാകെ കൂടി ഒരു പകപ്പായി. അവൻ അങ്കലാപ്പോടെ പുറത്തേക്ക് നടന്നു. പുറകിൽ നിന്ന് ജാനകിയമ്മ വിളിക്കുന്നുണ്ട്, ഹേയ് സിദ്ധു. അതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. പിന്നെ കാണിക്കുന്നത് അമ്പലനടയിലേക്ക് പോകുന്ന ചന്ദ്രികയാണ്. അപ്പോൾ അവിടുന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട്, വരൂ വരൂ, ആരുടെ പേരിലാണ് അർച്ചന? മലർ, ചതയം നക്ഷത്രം. ഇപ്പം തന്നെ ശരിയാക്കാം. അവൾ ദൈവത്തോട് കൈകൂപ്പി പ്രാർത്ഥിച്ചു. പക്ഷേ കണ്ണടക്കുമ്പോഴൊക്കെ അവൾക്ക് വേറെ എന്തോ ആണ് മനസ്സിൽ കേട്ടത്. ഞാൻ സിദ്ധുവിനോട് നീ പറഞ്ഞത് പറഞ്ഞു. അതിനദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? ചന്ദ്രിക എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ സ്നേഹം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അനുവിൻ്റെ ഈ സംസാരം അവളുടെ മനസ്സിൽ അലയടിച്ചു വന്നു. പൂജാരി എല്ലാം പ്രാർത്ഥിച്ച് അർച്ചനയും കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവൾ തൊട്ട് തൊഴുത് പുറത്തേക്ക് നടന്നു. അപ്പോൾ പുറകിൽ നടന്നു വരുന്ന സിദ്ധുവിനെയാണ് കാണുന്നത്. അവളൊന്ന് പകച്ചു. അവൻ പ്രേമത്തോടെ അവളെ നോക്കുന്നു. പക്ഷേ അവളല്പം പതർച്ചയോടെയാണ് നോക്കുന്നത്. ഒരുപാട് നേരം അങ്ങനെ നോക്കിയതിന് ശേഷം പെട്ടെന്ന് ചന്ദ്രയ്ക്ക് ചോദിച്ചു, എന്താ സാർ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ? അപ്പോൾ സിദ്ധു, ഞാൻ എൻ്റെ ദൈവത്തിനെ കാണാൻ വന്നത്. ഒരു ചെറിയ അപേക്ഷ. ആ അപേക്ഷ ദൈവം നിറവേറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് പോവാനാണ് വന്നത്. അപ്പോൾ അവൾ ചോദിച്ചു, ദൈവത്തോട് എന്താ സാർ അപേക്ഷിക്കുന്നത്? അത് ദൈവത്തിന് നന്നായിട്ടറിയാം എൻ്റെ പ്രാർത്ഥന എന്താണെന്ന്. തീരുമാനം മാത്രം ഒന്നറിഞ്ഞിരുന്നെങ്കിൽ കേട്ടിട്ട് ഞാനങ്ങ് പോയേനെ. അപ്പോൾ അവൾ, ദൈവത്തിൻ്റെ തീരുമാനം സാറിന് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു. ആ തീരുമാനം ഞാൻ സ്വീകരിക്കില്ലെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപേക്ഷ സ്വീകരിക്കുന്നതല്ലേ ദൈവത്തിൻ്റെ കടമ. അപ്പോൾ അവൾ, നടക്കാത്ത കാര്യം ചോദിച്ചാൽ ഒരു ദൈവവും സാധിച്ചു തരില്ല. അതിന് ഞാൻ നടക്കാത്തൊന്നും ചോദിച്ചില്ല, നടക്കേണ്ടത് മാത്രമേ ചോദിച്ചുള്ളൂ. ക്ഷമിക്കണം സാർ, എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. ഞാൻ വല്ലാത്ത സംശയത്തിലാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് ചോദിച്ചു, ശരി, അനുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പോൾ അവളൊന്ന് പതറി. എന്നിട്ട് പറഞ്ഞു, വളരെ നല്ല പെൺകുട്ടിയാ സാർ. പക്ഷേ സാറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് മോശമായിട്ട് പെരുമാറുന്നത്. അപ്പോൾ അവളതിന് മോശമായി ഒന്നും പെരുമാറിയില്ലല്ലോ. അവൾക്ക് എന്നെ നന്നായി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവൾ പ്രപ്പോസ് ചെയ്തു. അത് സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും എൻ്റെ തീരുമാനമല്ലേ. അപ്പോൾ അവൾ കുറച്ച് ഇഷ്ടക്കേടോടെ, എന്നാലും അവളെങ്ങനെയാണ് സാറിനെ സ്നേഹിക്കുക? അപ്പോൾ സിദ്ധു ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട്, അവൾക്കെന്താ എന്നെ സ്നേഹിച്ചൂടെ? അപ്പോൾ ചന്ദ്രിക, അപ്പോൾ അവൾ സാറിനെ സ്നേഹിക്കുന്നത് സാറിന് ഇഷ്ടമാണോ? ഞാൻ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും വേറെ കാര്യം. പക്ഷെ അവൾ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തടയാൻ പറ്റില്ലല്ലോ. അതിനുള്ള അവകാശവും എനിക്കില്ല. പക്ഷെ സാർ എന്തു പറഞ്ഞാലും അവൾ സാറിനെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെന്താ ഇഷ്ടമല്ലാത്തേ? ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഇഷ്ടമല്ല. ഓ, അല്പ കുസൃതിയോടെ അവൻ ചോദിച്ചു. അതെന്താണെന്നാ ഞാൻ ചോദിച്ചേ. അവൾ അല്പം പതറിക്കൊണ്ട് പറഞ്ഞു, കാരണമൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഒരുപാട് പ്രേമത്തോടെ സിദ്ധു അങ്ങോട്ടേക്ക് ചോദിച്ചു, അപ്പോൾ തനിക്ക് എന്നെ ഇഷ്ടമാണോ?
ആ ചോദ്യത്തിന് മുന്നിൽ അവളൊന്ന് പതറിപ്പോയി. മറുപടിക്കായി ഒത്തിരി ഇഷ്ടത്തോടെ അവൻ നോക്കി നിൽക്കുകയാണ്. ദേ നോക്ക്, ഇഷ്ടമാണെങ്കിൽ ഒന്ന് മൂളിയാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അവളും തിരിച്ച് പ്രേമത്തോടെ നോക്കുന്നു. അവിടെ കഥ അവസാനിക്കുന്നു. ഇനി നാളത്തെ എപ്പിസോഡിനെ കുറിച്ച് കുറച്ച് പറയാം. ഓഫീസിൻ്റെ ക്യാബിനിൽ മേഘയും മനീഷുമാണുള്ളത്. മേഘ മനീഷിനോട് പറയുന്നു, നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ആരെങ്കിലും കാണും. അപ്പോൾ പെട്ടെന്ന് മേഘയുടെ ക്യാബിനിലേക്ക് സിദ്ധു വരുന്നതാണ്. അവൻ ചോദിച്ചു, അല്ല എന്തോ ഡൗട്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. മേഘ ഒന്ന് അന്താളിച്ചു പോയി. പിന്നെ കാണിക്കുന്നത് ഏതോ ഒരു ആളോട് കാറിനടുത്ത് നിന്ന് മേഘ പറയുന്നു, ഞാൻ കുറച്ചു നാൾ മുന്നേ മനീഷ് എന്ന് പറഞ്ഞ ഒരാളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ലേ, അവനെ ഞാനിപ്പോൾ കണ്ടു. അയാൾ തിരിച്ച് മേഘയോട് ചോദിക്കുന്നു, പറയൂ മേഘ, ഞാനെന്ത് ചെയ്യണം? മനീഷ് ഇനി മുതൽ ഓഫീസിലേക്ക് വരാൻ പാടില്ല. പിന്നെ കാണിക്കുന്നത് അമ്പലനടയിൽ സ്നേഹത്തോടെ ചന്ദ്രയ്ക്ക് പൂ കൊടുക്കുന്ന സിദ്ധുവിനെയാണ്. ഈ ഒരു ഭാഗത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു കഥയുമായി വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.